ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വൺ ഡയമെൻഷണൽ അറേ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൺ ഡയമെൻഷണൽ അറേ, അതായത് അറേസിനെ ഡിക്ലെയർ ചെയ്യുന്ന പോർഷൻസ് ആണ് നമ്മൾ കണ്ടത്. അതായത് ഒരു അറേ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് പ്രോഗ്രാമിൽ വച്ച് തന്നെ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. കീബോർഡ് വഴി പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്നതല്ലാതെ പ്രോഗ്രാമിൽ തന്നെ ഈ അറേസിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ഇനിഷ്യലൈസേഷൻ ഓഫ് വേരിയബിൾസും അത് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇൻറ്റ് i = 0, സം = 1. ഇതെന്ന് പറയുന്നത് വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ എന്ന് പറയുന്ന വേരിയബിളിനെയും സം എന്ന് പറയുന്ന വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള ഒരു വാല്യൂവും കൂടെ അതിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇത് ഐക്ക് 0യും സമ്മിന് 1 എന്ന് പറയുന്ന വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഇനിഷ്യലൈസേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയാം. ഇതേപോലെ തന്നെ ഒരു അറേയുടെ ഇനിഷ്യൽ വാല്യൂ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് ഇനിഷ്യലൈസേഷൻ ഓഫ് അറേസ് എന്ന് പറയുന്നത്. ഈ വൺ ഡയമെൻഷണൽ അറേയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇൻറ്റ് നമ്പർ എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് 3 എന്ന് കൊടുത്തു, = എന്നിട്ട് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 ഇൻറ്റീജർ നമ്പേഴ്സ് നമ്മൾ കോമയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻഡ് ചെയ്യുന്നത് സെമി കോളനിലാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തത്, നമ്പർ എന്ന് പറയുന്ന പേരുള്ള ഒരു അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത്. ആ അറേയുടെ സൈസ് 3 ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ അറേ ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ്. അതുകൊണ്ടാണ് ഇൻറ്റ് എന്ന് എഴുതി അറേയുടെ പേര് എഴുതി സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 എന്ന് കൊടുത്തത്. അതിൻ്റെ അർത്ഥം നമ്പർ എന്ന പേരുള്ള ഒരു ഇൻറ്റീജർ അറേ അതാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് 3യുമാണ്. എന്നിട്ട് സാധാരണ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുന്ന, ആ അറേ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊണ്ട് തീരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഈക്വൽ ടു ഇട്ടിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത്, ശ്രദ്ധിക്കുക, കേർലി ബ്രാക്കറ്റ് നമ്മുടെ ബ്രേസസ് എന്ന് പറയുന്ന ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ 3 ഇൻറ്റീജർ വാല്യൂസും കൂടെ ഇവിടെ കോമയിട്ട് നൽകുന്നുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ 3 ഇൻറ്റീജർ വാല്യൂസും ഈ നമ്പർ എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഈ അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 ആണ് അതിൻ്റെ സൈസ്. അതായത് 3 ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഈ നമ്പർ എന്ന് പറയുന്ന ഇൻറ്റീജർ അറേയിലുണ്ട്. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂസും കൂടെ നമ്മളിങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിഷ്യൽ വാല്യൂസും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ 45 എന്നും 23 എന്നും 44 എന്നുള്ള 3 ഇൻറ്റീജർ വാല്യൂസാണ് നമ്പർ എന്ന് പറയുന്ന അറേയിലോട്ട് ഒരു ഇനിഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പം അത് കൊടുക്കുന്ന രീതിയാണ്, ആ സിൻറ്റാക്സ് ആണ് നിങ്ങളിവിടെ കണ്ടത്. ആദ്യം അറേ ഡിക്ലെയർ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഈക്വൽ ടു ഇട്ടിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ വാല്യൂസ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിർബന്ധമായും 3 വാല്യൂസ് ലിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു വാല്യൂ മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 2 വാല്യൂസ് മാത്രമായിട്ട് കൊടുക്കാം. എന്തായാലും 4 വാല്യൂസ് കൊടുക്കാൻ ഒക്കത്തില്ല, കാരണം അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഒരു വാല്യൂ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വാല്യൂസ് നമുക്ക് ആദ്യമേ തന്നെ ഇനിഷ്യലൈസ് ചെയ്യാം. എന്നിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ സെമി കോളനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു ബേസിക് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഡെസിമൽ എന്ന് പറയുന്ന അറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് 5 ആണ്. അതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ്. അത് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ട് കൂടെ ഈക്വൽ ടു ഇട്ടിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ 3 വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേ ആണെങ്കിൽ പോലും, അതായത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന അറേ. അപ്പോൾ അതിൽ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളിവിടെ 3 വാല്യൂസ് മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ 3 വാല്യൂസ് നമ്മൾ 0.0, 12.45 പിന്നെ 10. ഇവിടെ 10 എന്നും പറഞ്ഞ് നമുക്ക് ഇൻറ്റീജർ വാല്യൂ തന്നെ ഈ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത് 10.0 എന്ന് കൺവേർട്ട് ചെയ്ത് അങ്ങ് സ്റ്റോർ ആയിക്കോളും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള 3 വാല്യൂസ് ഡെസിമൽ എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു അറേയുടെ ഇനിഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്യാരക്ടർ വേരിയബിളിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ലെറ്റർ എന്ന് പറയുന്ന പേരുള്ള ഒരു വേരിയബിൾ, ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ക്യാരക്ടർ നമ്മൾ ഇനിഷ്യൽ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തു. സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ എ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇത് വേരിയബിളിൻ്റെ കേസിലാണ്. ഇതേ സംഭവം തന്നെ ക്യാരക്ടർ അറേയിൽ
നമ്മൾ രണ്ട് രീതിയിലൂടെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. രണ്ടല്ല അതിൽ കൂടുതലുണ്ട്, പക്ഷേ ജനറലായിട്ട് രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആ രണ്ട് മെത്തേഡാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേർഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ സൈസ് 6 ആയിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്തത്. അതായത് അപ് ടു 6 ക്യാരക്ടേഴ്സ് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ് ടു 6 ക്യാരക്ടേഴ്സ് ആണ്, നിർബന്ധമായും 6 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണമെന്നല്ല. അപ് ടു 6 ക്യാരക്ടേഴ്സ് അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പം വേർഡ് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 6 എന്ന് കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് കോമയിട്ട് നമുക്ക് ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. ഇവിടെ എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും ഇ എന്നും പറയുന്ന ക്യാരക്ടേഴ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അതെല്ലാം കോമയിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ അത് സിംഗിൾ ക്യാരക്ടർ ആയതുകൊണ്ട് ഈ സിംഗിൾ കോട്ട്സിൻ്റെ അകത്താണ് ഞാൻ ഓരോ ക്യാരക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. എന്നിട്ട് അവസാനത്തെ ക്യാരക്ടറായിട്ട് ഞാൻ ഈ ഒരു നൾ ക്യാരക്ടറും കൂടിയാണ് നമ്മൾ എൻ്റർ ചെയ്തത്. ഈ നൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ /0 അതിനെയാണ് നൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത് 2 അക്ഷരമാണെങ്കിലും /0യും ഇങ്ങനെ 2 അക്ഷരങ്ങളാണെങ്കിലും അതൊരു സിംഗിൾ ക്യാരക്ടറായിട്ടാണ് നമ്മുടെ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസിഡർ ചെയ്യുന്നത്. അതിനെ നൾ ക്യാരക്ടർ എന്ന് പറയും. അതായത് ക്യാരക്ടർ ഇല്ല എന്നാണ് അർത്ഥം, പക്ഷേ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു നൾ ക്യാരക്ടർ എന്ന്. ആ നൾ ക്യാരക്ടറാണ് നമ്മൾ അവസാനത്തെ ക്യാരക്ടറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മളൊരു ക്യാരക്ടർ അറേയിൽ നമ്മളൊരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രിങ് എന്ന് പറയാം, ABCD അതൊരു സ്ട്രിങ്, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണല്ലോ, അപ്പോൾ അതിനെ സ്ട്രിങ് എന്ന് പറയാം. അങ്ങനെ ഒരു സ്ട്രിങ് നമ്മളൊരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നിർബന്ധമായും അവസാനത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു നൾ ക്യാരക്ടർ ആയിരിക്കണം. നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ഈ കാണുന്ന ഇങ്ങനെ കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് കോമയിട്ട് സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ ഓരോ ക്യാരക്ടറായിട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവസാനത്തെ ക്യാരക്ടറായിട്ട് നൾ ക്യാരക്ടറും കൂടെ നമ്മൾ എഴുതണം. എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതായത് ഒരു സ്ട്രിങ്, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് നമ്മൾ, അതായത് ഒരു വേർഡോ അല്ലെങ്കിൽ സെൻറ്റൻസോ ഒക്കെയാണ് നമ്മൾ ഒരു ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായും അവസാനത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു നൾ ക്യാരക്ടർ ആയിരിക്കണം. ആ നൾ ക്യാരക്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം അറേയുടെ സൈസ് 6 ആണ്. അതിൻ്റെ അർത്ഥം ആക്ച്വലി 6 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും എങ്കിലും അവസാനത്തെ ക്യാരക്ടർ നിർബന്ധമായും നൾ ക്യാരക്ടർ ആയിരിക്കണം. അപ്പം അതായത് അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ ഈ 6 സൈസുള്ള ക്യാരക്ടർ അറേ ആണെങ്കിൽ നമുക്ക് ലിറ്ററലി 5 ക്യാരക്ടേഴ്സേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം 6ാമത്തെ ക്യാരക്ടർ നിർബന്ധമായും ഒരു നൾ ക്യാരക്ടർ ആയിരിക്കണം. ഇപ്പോൾ സപ്പോസ് ഇപ്പം അരുൺ എന്ന് പറയുന്ന ഒരു പേരാണ്, ഒരു വേർഡാണ് നമുക്ക് ഈ ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഇപ്പോൾ അരുൺ എന്ന് പറഞ്ഞാൽ ARUN 4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷേ ആ 4 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള അറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് 5 ആയിരിക്കണം. കാരണം അരുൺ എന്ന് കഴിഞ്ഞിട്ട് 5ാമത്തെ ക്യാരക്ടറായിട്ട് നൾ ക്യാരക്ടറും കൂടെ നമ്മൾ നിർബന്ധമായും എൻ്റർ ചെയ്യണം എന്നാണ് റൂൾ. എൻ്റർ ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് എൻ്റർ ആയിക്കോളും നൾ ക്യാരക്ടർ. അപ്പം അരുൺ എന്ന് പറയുന്ന ഒരു വേർഡാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ സത്യം പറഞ്ഞാൽ 4 ക്യാരക്ടറുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്താൽ പോരാ, 5 ക്യാരക്ടറുള്ള അറേ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ എക്സ്ട്രാ ഒരു ക്യാരക്ടറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ക്യാരക്ടർ അറേസ് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 6 സൈസ് ആണെങ്കിലും നമുക്ക് 5 ക്യാരക്ടേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 6ാമത്തത് നൾ ക്യാരക്ടർ ആയിരിക്കണം. ഇത് ഒരു രീതി, ഒരു ക്യാരക്ടർ അറേയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് നമുക്ക് ഈ ഫോർമാറ്റ് ഉപയോഗിക്കേണ്ട, പകരം കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ളൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് അത് ഒരുമിച്ച് ഒരു സ്ട്രിങ് ആയിട്ട് നമ്മളങ്ങ് കൊടുക്കും. അവിടെ കേർലി ബ്രാക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഇട്ട് ആ വേർഡ് അല്ലെങ്കിൽ ആ സ്ട്രിങ് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടും കൂടുതൽ റെഗുലറായിട്ടും യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ അറേയിൽ സ്ട്രിങ് വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധാരണ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇതായിരിക്കും. അത് അപ്പം കേർലി ബ്രാക്കറ്റ് ഒന്നും ഇടണ്ട, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ആ സ്ട്രിങ്, അതായത് ആ വേർഡ് എന്താണെന്ന് വെച്ചാൽ അങ്ങ് കൊടുത്താൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ രീതിയിലാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്കിൽ നൾ ക്യാരക്ടർ പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് 6ാമത്തെ ക്യാരക്ടർ, അതായത് അവസാനത്തെ ക്യാരക്ടർ നൾ ക്യാരക്ടറായിട്ട് അങ്ങ് എടുത്തോളൂ. അതുകൊണ്ട് പ്രത്യേകം നൾ ക്യാരക്ടർ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയിലാണ് എഴുതുന്നതെങ്കിൽ നൾ ക്യാരക്ടർ, അവസാനത്തെ ക്യാരക്ടർ നൾ ക്യാരക്ടർ തന്നെ കൊടുത്തിരിക്കണം. അതേസമയം ഈ കാണിച്ചിരിക്കുന്ന ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഒറ്റ സിംഗിൾ വേർഡായിട്ട് ആ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് എങ്കിൽ നൾ ക്യാരക്ടർ നമ്മൾ എടുത്ത് റെപ്രസെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവസാനത്തെ ക്യാരക്ടർ നൾ ക്യാരക്ടറായിട്ട് അങ്ങ് എടുത്തോളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 5 ക്യാരക്ടേഴ്സാണ്, 5 ക്യാരക്ടറുള്ള ഒരു സ്ട്രിങ് ആണ് നമ്മൾ വേർഡ് എന്ന് പറയുന്ന ക്യാരക്ടറിലോട് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കിതിൽ 5 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കാരണം 6ാമത്തെ ക്യാരക്ടർ ഒരു നൾ ക്യാരക്ടർ ആയിരിക്കണം. അപ്പോൾ അവസാനത്തെ ക്യാരക്ടർ എപ്പോഴും ഒരു നൾ ക്യാരക്ടർ ആയിരിക്കണം. ഇത് ക്യാരക്ടർ അറേയിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലോ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലോ ഡബിൾ ഡാറ്റ ടൈപ്പിലോ ഒന്നും ഇങ്ങനൊരു സംഭവമില്ല. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേസിൽ മാത്രമേ ഇങ്ങനൊരു സംഭവമുള്ളൂ.
ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ എ എന്ന് പറയുന്ന നെയിമുള്ള ഒരു ക്യാരക്ടർ അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിൻ്റെ സൈസ് 10 ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ സ്റ്റോർ ചെയ്യേണ്ട ഇനിഷ്യൽ വാല്യൂ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത്, ഇവിടെ കേൾ ബ്രാക്കറ്റ് ഒന്നുമില്ല, ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വേർഡ് കൈലാസ് എന്ന വേർഡ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇത് സ്റ്റോർ ആവുന്നത് കൈലാസ് എന്ന് പറയുന്ന 6 ക്യാരക്ടേഴ്സ് സ്റ്റോർ ആവും. അതിൻ്റെ കൂടെ 7ാമത്തെ ക്യാരക്ടറായിട്ട് നൾ ക്യാരക്ടറും കൂടി അങ്ങ് സ്റ്റോർ ആവുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. 7ാമത്തെ ക്യാരക്ടർ സാധാരണ ഡീഫോൾട്ടായിട്ട് നൾ ക്യാരക്ടർ ആയിരിക്കും, അവസാനത്തെ ക്യാരക്ടർ. അപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഇപ്പം 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നാണ്. പക്ഷേ നമ്മളിവിടെ 6 അല്ലെങ്കിൽ നൾ ക്യാരക്ടറും കൂടെ ചേർത്ത് 7 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്നുള്ളൂ, കുഴപ്പമില്ല. അതേസമയം നമുക്ക് മൾട്ടിപ്പിൾ വേർഡ്സ്, അതിൽ കൂടുതൽ വേർഡ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ഡബിൾ കോഡ്സിൻ്റെ അത് സ്പേസ് ഉള്ള വേർഡ്സ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പം ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് 6 ക്യാരക്ടേഴ്സ്, ഇത് 4 ക്യാരക്ടേഴ്സ്, അപ്പം തന്നെ 10 ആയി. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ളൊരു സ്പേസ് ഉണ്ട്, അതും ഒരു ക്യാരക്ടറാണ്, അപ്പം 11 ക്യാരക്ടേഴ്സായി. ഇങ്ങനെ 11 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ട്രിങ് ഈ 11 ക്യാരക്ടേഴ്സുള്ള ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് 12 ക്യാരക്ടേഴ്സുള്ള ഒരു അറേ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 12 ക്യാരക്ടർ സൈസിലുള്ള അറേയിൽ മാത്രമേ എനിക്ക് 11 ക്യാരക്ടേഴ്സുള്ള ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം അവസാനത്തെ ക്യാരക്ടറായിട്ട് ഒരു നൾ ക്യാരക്ടറും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സ്റ്റോർ ആവും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പം എക്സ്ട്രാ ഒരു ക്യാരക്ടറും കൂടെ ഇട്ടിട്ടുള്ള സൈസിൽ വേണം നിങ്ങൾ അറേ ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേസ് ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു ഇനിഷ്യൽ വാല്യൂ നമ്മൾ കൊടുക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ 2-3 സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എറർ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഞാനിവിടെ അറേ ഡിക്ലെയർ ചെയ്തിട്ട് അതേ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂസും കൂടെ ഞാനിവിടെ സെറ്റ് ചെയ്തത്. അതേസമയം ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ഞാൻ ബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തു, 12 സൈസിലുള്ള ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബി എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അത് 12 എഴുതിയിട്ട് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഞാൻ സ്ട്രിങ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്താൽ ഇതൊരിക്കലും ഈ ബി എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ആവത്തില്ല, ഇത് എറർ കാണിക്കും. അതുപോലെ തന്നെ ഇൻറ്റീജറിൻ്റെ കേസിലാണെങ്കിലും ഇവിടെ ആദ്യം നമ്പർ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ 3 സൈസിലുള്ള ഒരു നമ്പർ എന്ന് പറയുന്ന ഒരു അറേ 3 സൈസിലുള്ള ഒരു അറേ ഞാനിവിടെ ഇൻറ്റീജർ അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്പർ എന്ന് ബ്രാക്കറ്റിൽ 3 എന്ന് എഴുതി ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ 3 വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുത്താൽ ഇതും ഈ അറേയിലോട്ട് സ്റ്റോർ ആവത്തില്ല, ഇതും എറർ കാണിക്കും. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ അറേ ഡിക്ലെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നതോ സമയത്ത് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഒരു ഇൻറ്റീജർ നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ആ ഇൻറ്റീജർ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ അറേയുടെ സൈസിനെയാണ്. അതേസമയം ഇതല്ലാതെ ഈ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ വേറെ ഏത് സമയത്ത് വെച്ചും ഇങ്ങനെ അറേ നമ്മൾ എഴുതുകയാണ് എങ്കിൽ, അതായത് അറേയുടെ പേരെഴുതി സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഒരു നമ്പർ ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഈ നമ്പർ എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇൻഡെക്സ് നമ്പർ എന്നാണ് അത് മീനിങ് വരുന്നത്. അതായത് ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോഴോ ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴോ മാത്രമാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് വരുന്ന ആ ഇൻറ്റീജർ നമ്പറിന് സൈസ് ഓഫ് ദി അറേ എന്ന മീനിങ് പോകുന്നത്. അതല്ലാതെ വേറെ ഏത് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ അറേ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്തുള്ള ഇൻറ്റീജർ നമ്പറിന് ഇതിനെ ഇൻഡെക്സ് പൊസിഷനായിട്ടാണ് അത് എടുക്കുന്നത്. സൈസ് ഓഫ് ദി അറേ ആയിട്ടല്ല എടുക്കുന്നത്, ഇൻഡെക്സ് പൊസിഷനായിട്ടാണ് എടുക്കുന്നത്. ആ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഇതിപ്പം അറേ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇവിടെ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള വാല്യൂവിന് സൈസ് ഓഫ് ദി അറേ എന്നാണ് മീനിങ്. അതേസമയം അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ അറേയുടെ പേര് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 12 എന്നിട്ടാൽ ഈ 12 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദി അറേ അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻഡെക്സ് നമ്പറിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് എറർ കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എറർ കാണിക്കുന്നതെന്ന് ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത വീഡിയോ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്പർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേ ഡിക്ലെയർ ചെയ്തു. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഈ ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ മീനിങ് എന്തെന്ന് പറഞ്ഞാൽ അറേയുടെ സൈസിനെയാണ് കാണിക്കുന്നത്. അതേസമയം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാമിൻ്റെ വേറെ എവിടെയെങ്കിലും ഈ അറേയുടെ പേര് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു ഇൻറ്റീജർ വാല്യൂ എഴുതിയാൽ ഈ ഇൻറ്റീജർ വാല്യൂവിന് സൈസ് ഓഫ് ദി അറേ എന്നല്ല മീനിങ്, അതിന് ഇൻഡെക്സ് നമ്പർ എന്നാണ് മീനിങ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് അറേയുടെ പേര് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്തൊരു നമ്പർ ഇട്ടിട്ട് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റ് ഇട്ട് ഈ 3 വാല്യൂസൊക്കെ ലിസ്റ്റ് ചെയ്താൽ അത് എന്തായാലും എറർ കാണിക്കും. കാരണം ആ സമയത്ത് ഇതൊരു ഇൻഡെക്സ് നമ്പർ എന്ന രീതിയിലാണ് കമ്പൈലർ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ എറർ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അത് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാതെ സമയത്ത് ഈ അറേയുടെ വാല്യൂസ് കൊടുക്കാനായിട്ട് നമ്മൾ വേറെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന മെത്തേഡ് പോലെയല്ല, വേറെ മെത്തേഡ്സ് ഉപയോഗിച്ചായിരിക്കും ആ അറേയിലോട്ട് വാല്യൂസ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആ മെത്തേഡ്സ് എല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഇതാണ് ഇനിഷ്യലൈസേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ ഓഫ് അറേസ് എന്ന് പറയുന്നത്. ബാക്കി ഈ ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് സംഭവത്തെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.